സ്നേഹമുള്ളവരെ, ഇന്ന് ഫെബ്രുവരി 14 സെയിൻറ്റ് വാലന്റൈൻസ് ഡേ ആണ്. സത്യത്തിൽ സ്നേഹത്തിന് വേണ്ടി ഒരു വ്യക്തി ബലി നൽകിയ ദിനം കൂടിയാണ്. AD 269 ഫെബ്രുവരി 14 രക്തസാക്ഷിത്വം വഹിച്ച ബിഷപ്പ് വാലന്റൈൻ എന്ന ധീര ആത്മീയ നേതാവിനെ ഓർക്കുന്ന ദിവസം കൂടിയാണ്. സ്നേഹവും പ്രേമവും നന്മയുടെയും സത്യത്തിൻ്റെയും അടയാളമാണ് എന്ന് ചിത്രീകരിക്കുന്ന നന്മയുടെ നല്ല ദിനമാണിത്. വിശുദ്ധ ബൈബിളിൽ പ്രേമത്തെ ഏറ്റവും പരിശുദ്ധവും പരിപാവനവുമായിട്ടാണ് കാണുക. തോബിത്തിൻ്റെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: നീ ഭയപ്പെടേണ്ട, അനാദി മുതൽ ഇവൾ നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടവളാണ്. നീ അവളെ രക്ഷിക്കും, അവൾ നിന്നോടുകൂടി വരികയും ചെയ്യും. നിനക്ക് അവളിൽ ആനന്ദവും അഭിലാഷവും ഉണ്ടാകും. വീണ്ടും വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തോബിത്ത് തനിക്ക് ലഭിച്ച ഭാര്യ സാറയെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിക്കുന്നുണ്ട്. കർത്താവേ, ഞാനിവളെ സ്വീകരിച്ചിരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അപ്പോൾ സാറ ആമേൻ എന്ന് പറഞ്ഞു. സത്യത്തിൽ വിശുദ്ധ ബൈബിളിൽ മുഴുവനും സ്നേഹം പരിശുദ്ധവും പരിപാവനമാണ്. ആ സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ അടയാളമാണ് ഈ വിശുദ്ധ ദിനം. നാം പരസ്പരം സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം വിശുദ്ധവും നിർമ്മലവുമായിരിക്കണം എന്ന ഓർമ്മപ്പെടുത്തലുകൂടിയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ അടയാളം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം. അവർ വിശ്വസ്തയോടുകൂടി ആ സ്നേഹത്തിൽ നിലനിൽക്കുമ്പോൾ വിശുദ്ധ വാലന്റൈൻ നമുക്ക് നൽകുന്ന സ്നേഹത്തിൻ്റെ സന്ദേശം പോലെ ജീവിതം അനുഗ്രഹദായകമായി തീരുക തന്നെ ചെയ്യും. വിശുദ്ധ ബൈബിളിൽ സ്നേഹത്തെക്കുറിച്ച് മാത്രം പറയുന്ന, പ്രേമത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ഉത്തമഗീതമെന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സത്യത്തിൽ അതൊരു പ്രേമലേഖനമാണ്. ബൈബിളിലെ 73 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം പ്രേമലേഖനമാണ്. അത് ഈ ദിനം നാം പ്രത്യേകമായി ഓർക്കുക. സ്നേഹം പരിപാവനമാണെന്നും വിശുദ്ധവും നിർമ്മലവുമാണെന്നും വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ആകയാൽ സ്നേഹിക്കുന്നവർ തിന്മ ചിന്തിക്കാതെ ഹൃദയത്തിൽ നന്മയാൽ ദൈവഹിതമനുസരിച്ച് സ്നേഹിക്കാനും ആ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവഹിതം കാണാനും കഴിയട്ടെ. ഹാപ്പി വാലന്റൈൻസ് ഡേ.